നോക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് എടുക്കുന്നത്. ഇന്നിപ്പോ ആദ്യമായിട്ടായിരുന്നു മഞ്ജു അല്ലേ ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ എടുക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ സാഹിത്യം അല്ലെ, ബാലസാഹിത്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അപ്പൊ അതിന്റെ എങ്ങനെയാണ്, എന്തൊക്കെ ലിറ്ററേച്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇടയിലേക്ക് പോപ്പുലർ ആയിട്ട് വന്നത് അല്ലെ, എങ്ങനെയാണ് കുട്ടികളിലേക്ക് അത് കൂടുതലായിട്ട് എത്തിപ്പെട്ടത്, ആദ്യകാലങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് ഏതൊക്കെയാണ്, അങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യമായിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത് എന്നാണ് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്, റൈറ്റേഴ്സ് ഹാവ് റിട്ടൺ എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകളൊക്കെ നമ്മുടെ ലിറ്ററേച്ചറിൽ വന്നിട്ടുണ്ട്. സ്റ്റോറി ബുക്സ് ലൈക്ക് എലിൻഡ് ബ്ലെറ്റോൺസ്, നോബഡി, ലൂയിസ് കരോൾസ്, ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് വർക്ക്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ പറഞ്ഞ 2 ബുക്കുകൾ. ഓക്കെ, നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിലും ഇത് ആദ്യകാലങ്ങളിലൊക്കെ പോപ്പുലർ ആയിട്ടിരുന്ന ബാലസാഹിത്യങ്ങളാണ് കേട്ടോ. ഇനി ഇൻ ദിസ് ചാപ്റ്റർ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താ, ഇൻ ദിസ് ചാപ്റ്റർ we will study what children's literature is. എന്താണ് കുട്ടികളുടെ സാഹിത്യം അല്ലെ. അപ്പോ എല്ലാ തരത്തിലുള്ള ലിറ്ററേച്ചറും നമുക്കറിയാം കുട്ടികളുടെ കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ് അല്ലെ, അതുപോലെ തന്നെ ഫോക്ക് ടെയിൽസ്, നാടോടി കഥകൾ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കൂടുതലായിട്ടും ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യം എന്ന ഒരു കാറ്റഗറി. whether through the looking glass should be part of this category of literature. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടികളുടെ സാഹിത്യത്തിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഈ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തിൽ വരുന്നതാണോ, ഈ ഒരു ലിറ്ററേച്ചർ കാറ്റഗറിയിൽ സാഹിത്യത്തിൽ വരുന്നതാണോ എന്നുകൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഡിഫൈനിങ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന്റെ അടിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ എന്തൊക്കെയാണ് വരുന്നത് അല്ലെ, എന്താണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നൊരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം എന്താണെന്ന്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആർ റൈറ്റിംഗ്സ് ഓർ വിഷ്വൽ നരേറ്റീവ്സ് മെന്റ് ഫോർ യങ്സ്റ്റേഴ്സ് അല്ലെ. അപ്പൊ കുട്ടികളുടെ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ പോലെ പറയാം അല്ലെ. എന്താണ് പറയുക, ആർ റൈറ്റിംഗ്സ്, എല്ലാ തരത്തിലുള്ള എഴുത്തുകളും ഉൾപ്പെടുന്നു. എങ്ങനെയുള്ളതൊക്കെയാണ്, വിഷ്വൽ നരേറ്റീവ്സ് മെന്റ് ഫോർ യങ്സ്റ്റേഴ്സ് അല്ലെ, ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു യുവത്വം എന്നൊക്കെ പറയാം അല്ലെ. യങ്സ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അഡൽട്ട് ആകുന്നതിന് മുമ്പ് വരെയുള്ള ആ ഒരു പ്രായം വരെയുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പൊ അത്രയും ഉള്ള ആളുകൾ ഒരു കോൾ വന്നാട്ടോ, സോറി. ഓക്കെ, അപ്പൊ വിഷ്വൽ ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് റൈറ്റിംഗ്സ് അല്ലെ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലരമ അല്ലെ, അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് അതിൽ പിക്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ കൂടെ എഴുത്തുകളും ഉണ്ടാവും അല്ലെ. അപ്പൊ കുറച്ചും കൂടെ അവർക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഉൾപ്പെടുത്തുന്നത്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻക്ലൂഡ്സ് ഓൾ ക്ലാസിക്സ്, പിക്ടോറിയൽ സ്റ്റോറി ബുക്സ്, കോമിക്സ്, ഗ്രാഫിക് നോവൽസ്, നരേറ്റീവ്സ്, ഫേബിൾസ്, ഫോക്ക് ടെയിൽസ്, ഫെയറി ടെയിൽസ്, folk song, rhymes. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ല മാഡം, ഇല്ല. ഓക്കെ, അപ്പൊ കുട്ടികളുടെ ലിറ്ററേച്ചറിൽ നമുക്ക് സാധാരണ പോലെ അറിയുന്ന കുട്ടികൾക്കുള്ള ഗുണപാഠ കഥകളുണ്ട്, അതുപോലെ സ്റ്റോറി ബുക്സ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ കെട്ടുകഥകൾ അല്ലെ, അവരെയൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടുകഥകൾ അല്ലെ, അങ്ങനെയുള്ള കഥകളുണ്ട്. അതുപോലെ തന്നെ നാടോടി കഥകളുണ്ട്, പിന്നെ എന്താ പറയാ ഫെയറി ടെയിൽസ് ഉണ്ട് അല്ലെ, യക്ഷി കഥകളുണ്ട്, അങ്ങനെ ഫോക്ക് സോങ് അല്ലെ, അങ്ങനത്തെ പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ താരാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് നഴ്സറി റൈംസ്, അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്കറിയാം അല്ലെ, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള
ഒരു വലിയൊരു കാറ്റഗറി ഓഫ് ബുക്സ് തന്നെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? നമ്മുടെ ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും അല്ലെ. പിന്നെ എന്താ പറയാ, ദ എയിം ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഈസ് ടു എഡ്യൂക്കേറ്റ് ആൻഡ് ഓറിയന്റ് children to adult expectations by imparting lessons in social priority, social proprietary and inculcating the right moral values. അപ്പോൾ ഈ വർക്കുകളൊക്കെ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളിൽ കുറച്ച് മോറൽ വാല്യൂസ് അല്ലെ, അതായത് സൊസൈറ്റിയുടെ എന്താണ് മൂല്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സൊസൈറ്റിയിലുള്ള കാര്യങ്ങളോട് അവരെയും കൊണ്ട് അതിലൂടെ ഒന്ന് എത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉപദേശ കഥകൾ അല്ലെ, അതുപോലെ തന്നെ ഫെയറി ടെയിൽസ്, എല്ലാ കാര്യങ്ങളും കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അവരും എന്താകണം, നമ്മുടെ ഒരു അഡൾട്ടിന്റെ ഒരു എക്സ്പെക്ടേഷൻ, അവരുടെ ആ ഒരു ലെവലിലേക്ക് വളർന്നു വരണം അല്ലെ, അവരുടെ ഭാവന വികസിക്കണം, അവരുടെ അറിവ് വളരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക, വിക്ടോറിയൻ സൊസൈറ്റി, സോ ചിൽഡ്രൻ വെയർ ബീയിങ് taught through the medium of stories that were moralistic in nature and didactic at heart. അപ്പോൾ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലും എന്തുണ്ടായിരുന്നു, നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ അവരെന്താ പറയുന്നത്, അവര് കുട്ടികൾക്ക് ഈ കഥകളും കവിതകളും ഒക്കെ അവരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്തിലൂടെയാണ്? ത്രൂ ദ മീഡിയം ഓഫ് സ്റ്റോറീസ് അല്ലെ, കഥകളിലൂടെയാണ് അവരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ്? ദാറ്റ് വെയർ മോറലിസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് ഡൈഡാക്ടിക് അറ്റ് ഹേർട്ട്. അപ്പൊ അവർക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന രീതിയിൽ, കുറച്ച് മോറൽ വാല്യൂസ് ഒക്കെ അവരിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് അന്ന് ഇവരിലേക്ക് ഈ ബുക്സ് ഒക്കെ അവർ എത്തിച്ചുകൊണ്ടിരുന്നത്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അവർ എഴുതുന്നതിന് ഒരു പർപ്പസ്, അതിന്റെ ലക്ഷ്യം അത് തന്നെ ആയിരുന്നു. ദീസ് സ്റ്റോറീസ് ഹാഡ് എ പ്രീച്ചിങ് ടോൺ. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറീസിന് എന്ത് സ്വഭാവം ഉണ്ടായിരുന്നു? ഒരു പ്രസംഗത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു അല്ലെ, ഒരു സ്പീച്ചിന്റെ പോലെ ഒരു സ്വഭാവം കൂടി അന്നത്തെ വർക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ലിറ്റിൽ വുമൺ ബൈ ലൂസ മേരി അൽക്കോട്ട് ഈസ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വർക്കിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ലിറ്റിൽ വുമൺ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് കേട്ടോ. It teaches the right values to youngsters, in this case young girls, by encouraging social conformity and compliance. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ ലിറ്റിൽ ഗേൾസിനൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു കാര്യങ്ങളും അല്ലെ, സൊസൈറ്റിയിലെ ഒരു അനുകൂലമായിട്ടുള്ള അവരുടെ ആ ഒരു വാല്യൂസും മോറൽസും എത്തിക്സും ഒക്കെ അവരിലേക്ക് എത്തിക്കാനായിട്ട് ഇങ്ങനത്തെ ചിൽഡ്രൻസിന്റെ വർക്കുകൾക്കൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ റൈറ്റേഴ്സ് യൂസ് മേക്ക് ബിലീവ് ടു റിയാലിറ്റി. അപ്പോൾ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഈ റൈറ്റേഴ്സ്, ഈ എഴുത്തുകാർ മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്? റൈറ്റേഴ്സ് മേക്ക് us ബിലീവ് ഫാന്റസി ആസ് ഒപ്പോസ് ടു റിയാലിറ്റി. അപ്പോൾ ഈ ഫാന്റസിനെ അവർ കൂടുതലായിട്ട് മുൻഗണന കൊടുക്കുക, അല്ലെങ്കിൽ ഫാന്റസിക്കാണ് ഇവർ റിയാലിറ്റിയിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് വർക്കുകളിൽ കൂടുതലായിട്ട് അതാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അക്കോർഡിംഗ് ടു ഫെലിസിറ്റി ഹ്യൂസ്, author of children's literature, practice and theory, children's literature during the late 19th century was full of fantasy and therefore excluded from the class of serious literature since fantasy was considered lowbrow. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെ, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് ഒരു ലേറ്റ് 18th സെഞ്ചുറി, ഒരു 18ാം കാലഘട്ടത്തിന്റെ അവസാനത്തോട് കൂടിയൊക്കെ ആയപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നു? ഈ ഫാന്റസിയുടെ വാല്യൂ അല്ലെങ്കിൽ ഫാന്റസിയുടെ കാര്യത്തില് ഇതിലെ വാക്കുകളിൽ അതിന്റെ ഇടപെടലുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു. അതിനെന്ത് പറ്റി? അതിനെ നിസ്സാരമായിട്ട് ആളുകൾ കണ്ടു തുടങ്ങി. ഫാന്റസിക്ക് അത്ര ഇമ്പോർട്ടൻസ് പിന്നീട് കിട്ടാതായി. അപ്പൊ എന്ത് പറ്റി? എക്സ്ക്ലൂഡഡ് ഫ്രം ദ ക്ലാസ് ഓഫ് സീരിയസ് ലിറ്ററേച്ചർ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കരുതുന്ന കുട്ടികളുടെ ആ ഒരു ലിറ്ററേച്ചർ സെക്ഷനിൽ നിന്ന് ഈ ഫാന്റസി ആയിട്ട് വരുന്ന വർക്കുകളെയൊക്കെ അവർ മാറ്റി നിർത്താൻ തുടങ്ങി, എക്സ്ക്ലൂഡ് ചെയ്യാൻ തുടങ്ങി അല്ലെ, ഒഴിവാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഫാന്റസിക്ക് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു അല്ലെ, അങ്ങനെയുള്ള വർക്കുകൾ പറയാൻ തുടങ്ങി. Antithetical to realism, fantasy was seen a frivolous and deemed unworthy of critical attention. അപ്പൊ പിന്നീട് ഫാന്റസിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ട, അത് എന്താണ്, നമ്മളൊരു ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാനൊന്നും അതിന് ഇട കൊടുക്കണ്ട, അങ്ങനെ ഒരു രീതിയിലേക്ക് ഫാന്റസി വർക്കുകൾ തരം താഴ്ത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കിക്കേ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇനി നമ്മൾ മെയിൻ ആയിട്ടും ചിൽഡ്രൻസിന്റെ ലിറ്ററേച്ചറിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ നമുക്ക് അറിയാം അല്ലെ. അപ്പോൾ അതിനകത്തും നമുക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടാവും അല്ലെ, ഏതൊക്കെയാണ് വന്നത്, ഏത് കാലഘട്ടത്തിലാണ് വന്നത് അല്ലെ, അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അത് പിന്നീട് എന്ത് സംഭവിച്ചു, അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അല്ലെ.
അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, അല്ലെങ്കിൽ കുട്ടികളുടെ വർക്കുകൾക്ക് പല പല നേച്ചർ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്, ഏതൊക്കെ സെക്ഷൻ ആണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് വാസ് ബിഗിനിങ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് നമ്മൾ ആദ്യം തന്നെ എന്താണ് ബുക്സ് അല്ല നമ്മൾ കൊടുക്കുക അല്ലെ. പിന്നെ എന്താണ് അവർക്ക് ഓറൽ ആയിട്ട് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലെ. അതിലൂടെയാണ് പിന്നീട് അവർക്കൊരു എന്താണ് ഒരു അറ്റൻഷൻ കിട്ടി, അല്ലെങ്കിൽ അവർക്ക് അതൊരു നല്ലതാണെന്ന് തോന്നിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. പിന്നീടാണ് അവർ അതുപോലത്തെ കൂടുതൽ കഥകൾ വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് വാസ് ബിഗിനിങ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഓറൽ സ്റ്റോറി ടെല്ലിംഗിനായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. Sanskrit fable Panchatantra said to have been composed around 200 BC. Aesop fables believed to have been composed between 620 and 564 BC. അപ്പൊ നമ്മൾ ഈസോപ്പ് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഇരുന്ന കുട്ടികളുടെ ബുക്കുകളാണ് ഈസോപ്പ് കഥകൾ, അതുപോലെ പഞ്ചതന്ത്ര കഥകൾ അല്ലെ. മൃഗങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ഹ്യൂമൻസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് പഞ്ചതന്ത്ര കഥകളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ എന്നാണ് 200 BC-യില്, അതുപോലെ 620, 524 BC ആ കാലഘട്ടത്തിലേക്കാണ് ഈ വർക്കുകളൊക്കെ വന്നിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത്. എപ്പോഴാണ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ. ആൻഡ് ഐറിഷ് ഫോക്ക് ടെയിൽസ് കമ്പോസ്ഡ് അറൌണ്ട് 400 BC. അതുപോലെ ഐറിഷ് ഫോക്ക് ടെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു 400 BC കാലഘട്ടങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. വേർ ദ ഏർലിയസ്റ്റ് ചിൽഡ്രൻ ലിറ്ററേച്ചർ. അപ്പൊ ഈ പറഞ്ഞ വർക്കുകളും ഈ ഒരു കാലഘട്ടമൊക്കെയാണ് നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് പറ്റുന്നത്. These tales were used as a means to instruct. അപ്പോൾ ഈ കഥകളൊക്കെ കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. The art of storytelling in China was its peak during the Song dynasty and was once again didactic in nature and made to instruct children. അപ്പൊ കുട്ടികൾക്ക് ഒരു ഉപദേശ രീതിയിലാണ് ഈ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത്. അത് എപ്പോഴായിരുന്നു? ചൈനയിലൊക്കെ ഈ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അതിന്റെ ഒരു പീക്കില് അല്ലെ, അതിന്റെ ഒരു അവസ്ഥയിലൊക്കെ നിന്നിരുന്നപ്പം ഇവർക്ക് ഒരു ഉപദേശം കൊടുക്കുന്നത് പോലെയൊക്കെയാണ് ഈ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഇൻ മെഡീവൽ യൂറോപ്പ് there was little by way of the entertainment factor in children's literature. പക്ഷെ യൂറോപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അവിടെ കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇൻ ദ early 15th century ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്രെയർ ബുക്സ് meant for children's emerged. അപ്പോൾ ഒരു 15ാം കാലഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ബുക്കുകൾ അല്ലെ, ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്രെയർ ബുക്സ് അങ്ങനെയുള്ള ബുക്സുകളൊക്കെ പ്രചാരത്തിൽ വന്നു തുടങ്ങി. അതും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടാണ് പെടുത്തുന്നത്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലാണ് നമ്മൾ പെടുത്തുന്നത്. ഓക്കെ. ദ ഏർലിയസ്റ്റ് ബുക്സ് ഫോർ ചിൽഡ്രൻ വെയർ ബിബ്ലിക്കൽ ടെയിൽസ്, ഫോക്ക് ടെയിൽസ് ആൻഡ് ഫെയറി ടെയിൽസ്. അപ്പൊ അന്ന് ആദ്യമായിട്ട് കുട്ടികൾക്ക് കിട്ടിയിരുന്നതാണ് ബിബ്ലിക്കൽ, അതായത് നമ്മുടെ ബൈബിളിലെ കഥകളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രത്തിലൂടെയൊക്കെ അവരെ ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെ. അതും എന്താണ് നമ്മുടെ സ്റ്റോറിയിലൊക്കെ പോലെ തന്നെ വരും അല്ലെ. അതൊക്കെ ആക്ച്വലി എന്താണ് ഉപദേശങ്ങളും ഒക്കെ ആണ് അല്ലെ. പക്ഷെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ടെയിൽസിന്റെ ഒക്കെ രൂപത്തിൽ ആക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോക്ക് ടെയിൽസ് ആൻഡ് ഫെയറി ടെയിൽസ്, നമ്മൾ എന്നും കേൾക്കുന്ന കുറച്ച് കെട്ടുകഥകളും അതുപോലെ തന്നെ നാടോടി കഥകളും അങ്ങനെയുള്ള യക്ഷികഥകളും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ലിറ്ററേച്ചർ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ഓക്കെ. പിന്നെ എന്താണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻ ദ 16th ആൻഡ് 17th സെഞ്ചുറി. ഇനി ഒരു 16ാമത്തെ നൂറ്റാണ്ടില് 17ാമത്തെ നൂറ്റാണ്ടില് ആ ഒരു കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ സംഭവിച്ചിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ഇൻ ദ 16th സെഞ്ചുറി 16ാമത്തെ നൂറ്റാണ്ടിൽ കൺട്രീസ് ലൈക്ക് റഷ്യ, ഇറ്റലി ആൻഡ് ഡെൻമാർക്ക് സോ സം ആൽഫബറ്റ് ബുക്സ് പബ്ലിഷ്ഡ്. അവർ കുറച്ച് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തു. After that, illustrated chapbooks dealing with folktales, legends or biblical stories and were meant primarily for children started emerging. പിന്നീട് അവരും എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ബിബ്ലിക്കൽ സ്റ്റോറീസ് അതൊക്കെ അവര് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡ്യൂറിങ് ദ പ്യൂരിറ്റാൻ ഏജ്, പിന്നീട് ഒരു പ്യൂരിറ്റാൻ ഏജിന്റെ കാലഘട്ടത്തിൽ ആ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ചിൽഡ്രൻസ് വെയർ കൺസിഡേർഡ് ആസ് മിനിയേച്ചർ അഡൽട്സ്. അപ്പൊ കുട്ടികളെ ആരായിട്ട് കാണാൻ തുടങ്ങി? അവര് വലിയ ആൾക്കാരുടെ ഒരു ചെറിയ രൂപമായിട്ട് അല്ലെ. നമ്മൾ മിനിയേച്ചർ എന്ന് പറയും അല്ലെ, വലിയൊരു ഇതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലത്തെ ഒരു രൂപത്തിനെയാണ് നമ്മൾ മിനിയേച്ചർ എന്ന് പറയാ അല്ലെ. അപ്പൊ അങ്ങനെ കുട്ടികളെ അഡൽട്സിന്റെ ഒരു മിനിയേച്ചർ എന്ന രീതിയിൽ അവര് കാണാൻ തുടങ്ങി.
Children as young as 6 years old were often apprenticed to artisans. അപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്തു തുടങ്ങി? അവര് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ അവര് അപ്രന്റീസ് ആയിട്ട് അവരുടെ കൂടെയൊക്കെ കൂടി അതൊക്കെ അവർ പഠിക്കാനായിട്ട് തുടങ്ങി. However, the end of the middle age saw a change in society and academic skills become more important. അപ്പോൾ ഒരു 16 അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. എങ്ങനെയാണ്? അക്കാദമിക് സ്കിൽസ് അല്ലെ. അപ്പൊ അതിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പിന്നീട് കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. ദിസ് ലെഡ് ടു എ ചേഞ്ച് ഇൻ തിങ്കിങ് ഓഫ് ചിൽഡ്രൻ ആസ് മിനിയേച്ചർ അഡൽട്സ്. ഇങ്ങനെ ഒരു ചിന്ത അല്ലെ, അതായത് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും എല്ലാത്തിലും ഒരു ഉണർവ് വേണമെന്ന് ചിന്തിച്ചെടുത്താണ് നമ്മൾ കുട്ടികൾ അഡൽട്ടിന്റെ ഒരു മിനിയേച്ചർ ആണ് എന്നിവര് ചിന്തിച്ചു തുടങ്ങുന്നത്. Children and the thinking that when behind raising children now was that children were children and needed to be educated, thereby bringing in the concept of child development and child psychology and eventually children's literature. അപ്പോൾ കുട്ടികൾക്ക് ഇത് മാത്രം പോരാ അല്ലെ, അവർക്ക് ബുക്സ് മാത്രം പോരാ, അവരുടെ എല്ലാ തരത്തിലുള്ള വികസനവും വേണം, എഡ്യൂക്കേഷൻ വേണം. അതുവഴി എന്ത് വേണം? ഒരു ചൈൽഡ് ഡെവലപ്മെന്റ്, ചൈൽഡ് സൈക്കോളജി, അങ്ങനെ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, അങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് വേണമെന്നൊരു കാഴ്ചപ്പാടും അന്ന് തൊട്ടാണ് വന്നു തുടങ്ങിയത്. In 1643, Italian poet Giambattista Basile published the Pentameron, or the Tale of Tales, containing the earliest known as version of both Cinderella and Rapunzel. These tales survived the test of time and even thrilled with the Disney princess movies. In 1697, Charles Perrault published a book of fairy tales. He did not garner as much popularity as Giambattista Basile, but he is said to have been the inspiration behind the work of the Grimm brothers. അപ്പോൾ ലിറ്ററേച്ചറിലേക്ക് നമുക്ക് ഒരു 1643 ഇറ്റാലിയൻ പോയറ്റ് ആയിട്ടുള്ള ജിയാംബറ്റിസ്റ്റ ബേസിൽ ഒരു എന്താണ് ദ ടെയിൽ ഓഫ് ടെയിൽസ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? സിൻഡ്രല്ല, റാപ്പുൻസൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ആ ഒരു ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിന് പിന്നീട് ഒരു 1697 ആയപ്പോഴത്തേക്കും ഒരു എന്താണ് പബ്ലിഷ്ഡ് എ ഫെയറി ടെയിൽസ്. ആരാണ്? ചാൾസ് പെറോൾട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് എന്തായിരുന്നു? ഫെയറി ടെയിൽസിന്റെ തന്നെ ആയിരുന്നു. പക്ഷെ അത് നമ്മുടെ റാപ്പുൻസലും സിൻഡ്രല്ലയുടെ ഒക്കെ അത്ര പോപ്പുലാരിറ്റി കിട്ടിയില്ല. എന്നിരുന്നാലും അതും എന്താണ് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ആദ്യകാലങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളായിട്ട് ഇന്നും കണക്കാക്കപ്പെടുന്നു അല്ലെ. അപ്പൊ റാപ്പുൻസലും സിൻഡ്രല്ലയും ഒക്കെ എന്താണ് നമ്മുടെ എത്ര കാലഘട്ടം കഴിഞ്ഞാലും അത് എന്താണ് സർവൈവ് ദ ടെസ്റ്റ് ഓഫ് ടൈം അല്ലെ, അതായത് കാലഘട്ടത്തെ അതിജീവിച്ചിട്ട് നിന്നിട്ടുള്ള വർക്കുകളാണ് അല്ലെ. അപ്പൊ ഇന്നും കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വർക്കുകളൊക്കെ ആയിട്ടും അതുപോലെ ഫിലിമായിട്ടും ഒക്കെ ഉള്ളതൊക്കെ തന്നെയാണ് ഈ സിൻഡ്രല്ലയും റാപ്പൻസലും ഒക്കെ അല്ലെ. അപ്പോൾ ആദ്യകാലത്ത് ലിറ്ററേച്ചറുകളിൽ ഈ ബുക്കുകളൊക്കെയാണ് കൂടുതലായിട്ടും വന്നിരുന്നത്. ഏതെടുത്ത് പരിശോധിച്ചാൽ നമ്മളിപ്പോ ഹിസ്റ്ററിയാണ് പരിശോധിക്കുന്നത് കേട്ടോ, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററി. അപ്പൊ ഈ ബുക്കുകളൊക്കെയാണ് ആദ്യത്തെ 16-ാം നൂറ്റാണ്ടിലൊക്കെ വന്നതായിട്ട് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ്? In 1656, അപ്പൊ കുറച്ച് വർക്കുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഏതൊക്കെ ബുക്സ് ആണ് വന്നത്, ആരൊക്കെയാണ് പബ്ലിഷ് ചെയ്തത് എന്നൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. In 1656, John Cotton's Spiritual Milk for Boston Babies was the first children book to be published in America. അങ്ങനെ അമേരിക്കയിലും ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഒരു എമർജൻസ് ഒക്കെ വന്നു തുടങ്ങി അല്ലെ. അപ്പോൾ അവിടെയും എന്താണ് ഒരു 1656 ചിൽഡ്രൻസിന്റെ ബുക്കിലേക്ക് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് സ്പിരിച്വൽ മിൽക്ക് ഫോർ ബോസ്റ്റൺ ബേബീസ്. അപ്പോൾ ആ വർക്കുകളൊക്കെയാണ് അമേരിക്കയിൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. It dealt largely with important questions and answers about the correct way of living. അപ്പൊ ആ ബുക്കിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ്, എങ്ങനെയാണ് ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് വേ ഓഫ് ലിവിങ് എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ആൻസേഴ്സും ഒക്കെയാണ് ആ ഒരു ബുക്ക് സീരീസിലൊക്കെ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. The book was published in both Boston and England and was absorbed to New England Primer, America's first textbook which remained popular and in use through the 19th century. അപ്പോൾ ആ ഒരു ബുക്ക് പിന്നീട് ബോസ്റ്റണിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ അവര് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടുന്ന് എന്താണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർക്ക് എന്താണ്, which remained popular and in use
through the 19th century. അപ്പൊ ഈ ഒരു 1656 16-ാം നൂറ്റാണ്ടിലൊക്കെ പബ്ലിഷ് ചെയ്താണെങ്കിലും ഒരു 19-ാം നൂറ്റാണ്ട് വരെ ആ ബുക്ക് പോപ്പുലർ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിന്റെ തനിമയൊന്നും നഷ്ടപ്പെടാതെ ആ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഭാഗമായിട്ട് ഈ വർക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. In 1658 in Czechoslovakia, John Amos Comenius published the Orbis Pictures for the Visible World in Pictures, considered to be the first picture book written for children. അങ്ങനെ 1658 ചെക്കോസ്ലോവാക്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ജോൺ അമോസ് കൊമേനിയസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ദ വിസിബിൾ വേൾഡ് ഇൻ പിക്ചേഴ്സ് ആണ്. ആ ഒരു ബുക്കിനെയാണ് എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ദ ഫസ്റ്റ് പിക്ചർ ബുക്ക് റിട്ടൺ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പിക്ചർ ബുക്ക്, അതായത് പിക്ചർ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പബ്ലിഷ് ചെയ്ത ബുക്കായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ദ വിസിബിൾ വേൾഡ് ഇൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന. അപ്പൊ നിങ്ങളിത് നമ്മളിത് റീഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ബുക്സിന്റെ പേരും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കാരണം നമുക്ക് വൺ വേർഡ് ഉണ്ടെന്ന് അറിയാലോ, ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് വൺ വേർഡുകൾ വരും. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ, കാരണം നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വൺ വേർഡുകൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എങ്കിലാണ് നമുക്ക് എളുപ്പമാവുള്ളൂ പഠിച്ചു വരുമ്പോൾ. ഓക്കെ, പിന്നെ എന്താണ് നോക്കുന്നത്? പിന്നീട് വന്നൊരു ബുക്കിന്റെ പേരാണ് Orbis Pictures is written in separate chapters with woodcut illustrations and deals with religion, botany and zoology. This was the first book that had illustrations as well as knowledge. പിന്നീട് ബോട്ടണി, സുവോളജി ഒക്കെ കുറച്ച് അല്ലെ, അങ്ങനെ റിലീജിയനും അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് ഓർബിസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. ആ ബുക്കിനെയാണ് കുറച്ച് നോളജ്, കുട്ടികൾക്കൊക്കെ അറിവ് കിട്ടുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ജോൺ ബനിയൻസ് അല്ലെ, നമ്മൾ ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. പിൽഗ്രിംസ് പ്രോഗ്രസ് അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പൊ ജോൺ ബനിയന്റെ റോഡ് ദ പിൽഗ്രിംസ് പ്രോഗ്രസ് 1678 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ഗിവിംഗ് എ വിഷൻ ഓഫ് വാട്ട് കുഡ് ബി കൺസിഡേർഡ് എ ഗുഡ് ക്രിസ്ത്യൻ പിൽഗ്രിമേജ് ത്രൂ ലൈഫ്. അപ്പൊ ഒരു ക്രിസ്ത്യൻ പിൽഗ്രിമേജ് എങ്ങനെ ആയിരിക്കണം അല്ലെ, ഒരു തീർത്ഥയാത്ര അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ബുക്കിനെ കണക്കാക്കുന്നു. This book is known as the most famous Christian allegory. James Janeway's A Token for Children, rooted as a children's book, was more about Christianity, leading a good Christian life, and about the so-called joyful death of young Christian children. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ക്രിസ്ത്യൻ ലൈഫ് അല്ലെ, ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കായിട്ട് എ ടോക്കൺ ഫോർ ചിൽഡ്രൻ എന്നുള്ള ഒരു ബുക്കിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആരെഴുതിയതാണ്? ജെയിംസ് ജെയിംസ് അല്ലെ. ജെയിംസിന്റെ എ ടോക്കൺ ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്ന ബുക്കാണ് മോർ അബൌട്ട് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലീഡിങ് എ ഗുഡ് ക്രിസ്ത്യൻ ലൈഫ്, ഒരു നല്ല ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യണം എന്നൊക്കെ ആ ഒരു ബുക്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുമ്പോൾ ഇൻ ദ 17th century, 17-ാം നൂറ്റാണ്ടില് the theme of books meant for children was largely educational, informative and didactic with moral, religious and social messages. പിന്നീട് കുട്ടികൾക്ക് കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ട്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഉപദേശപരമായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, സൊസൈറ്റി അല്ലെ സോഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ കൊടുക്കുന്ന ബുക്സ് ഒക്കെ കൂടുതലായിട്ടും എമേർജ് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എല്ലാ തരത്തിലുള്ള കാറ്റഗറി ഓഫ് ബുക്സും എന്തിലായി അവൈലബിൾ ആണ്. നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ഇത്ര നേരം നോക്കിയപ്പോ കുറെ ബുക്സ് കണ്ടു അല്ലെ, പല പല ജോണറുകളിലുള്ള ബുക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. Since it was the Puritan age in England, it was but obvious that puritanical beliefs and thoughts would find their way into books written during that period. അതുപോലെ തന്നെ പ്യൂരിറ്റന്റെ ബിലീഫ്സ് അല്ലെ, പ്യൂരിറ്റൻ കാലഘട്ടത്തിൽ അവരുടെ ഒരു ബിലീഫ്സ് ഒക്കെ അവർ ബുക്സിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. The Puritans believed that God had a special agreement with them and they had to lead their life as per the Bible. അപ്പൊ അവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരും ദൈവവുമായിട്ട് ഒരു പ്രത്യേക ഒരു ബിലീഫ്സ്, ഒരു പ്രത്യേക വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, ബൈബിളിലെ പോലെയാണ് അവർ ജീവിക്കുക. അവർക്ക് ബൈബിളൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് അവർ ബൈബിളിലെ പോലെയുള്ള ഒരു ജീവിതമാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് അങ്ങനെയുള്ള ബുക്സ് ഒക്കെ അവര് കൂടുതലായിട്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, they had strict laws and were largely patriarchal in nature. അതുപോലെ തന്നെ അവരുടെ ബുക്സ് ഒക്കെ എങ്ങനെയായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ബുക്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടും എന്തായിരുന്നു, പാട്രിയാർക്കൽ അതായത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള
ഒരു നേച്ചർ ആയിരുന്നു അവരുടെ ബുക്സിനൊക്കെ ഉണ്ടായിരുന്നത്. വുമൻ ഡിഡ് നോട്ട് ഹാവ് എനി പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അല്ലെ. പാട്രിയാർക്കൽ സൊസൈറ്റി ആകുമ്പോൾ മെയിൽ ഡോമിനേഷൻ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്, വുമൻസിന് പ്രത്യേകിച്ച് റോൾ ഉണ്ടായിരുന്നില്ല. ദേ ബാൻഡ് സ്മോക്കിംഗ് ഇൻ പബ്ലിക്, ഡ്രിങ്കിങ് ആൽക്കഹോൾ, ഫാൻസി ക്ലോത്തിങ് ആൻഡ് ഗാംബ്ലിംഗ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ്, ദൈവികമായിട്ടാണ് കൂടുതലും അല്ലെ. കാരണം അവർ ബൈബിളിൽ വിശ്വസിക്കുന്ന ആരാണ്, പ്യൂരിറ്റൻസ് ഏജ് അല്ലെ. പ്യൂരിറ്റൻസ് ബൈബിളിലാണ് കൂടുതലും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് സമ്മതിച്ചിരുന്നില്ല, ഡ്രിങ്കിങ് അല്ലെ, ആൽക്കഹോള്, അതുപോലെ സ്മോക്കിങ്, അതുപോലെ തന്നെ ഫാൻസി ക്ലോത്തിങ് അല്ലെ, ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക, അതുപോലെ ഗാംബ്ലിങ്, ചൂതുകളി, അതുപോലെ നമ്മുടെ ചീട്ടുകളി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവര് സമ്മതിച്ചിരുന്നില്ല. ദ പാരിഷ് കുഡ് നോട്ട് മിസ് സൺഡേ സർവീസ് ഓർ സെലിബ്രേറ്റ് ക്രിസ്മസ്. അതുപോലെ തന്നെ സൺഡേകളിലൊക്കെ ഇവരുടെ ക്രിസ്ത്യൻസിനൊക്കെ ചർച്ചിലൊക്കെ പോകണമല്ലോ, അപ്പോൾ അതൊന്നും ഒരിക്കലും അവര് മുടക്കിയിരുന്നത്, അതൊക്കെ അവർക്ക് കമ്പൽസറി ആയിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ കമ്പൽസറി ആയിരുന്നു, സെലിബ്രേഷൻ ഒക്കെ കമ്പൽസറി ആയിരുന്നു. They were very orthodox in their belief and close-minded. They felt strongly about their religious belief that they did not hesitate to allow the civic authorities to enforce allegiance and compliance with their faith in an effort to save the soul of sinners. Most of the literature included sermons, poems, letters or historical narratives. അപ്പൊ അതുപോലെ തന്നെ അവർ ഭയങ്കര എന്താണ് പറയാ, ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. അപ്പൊ അധികം അങ്ങനെ എന്താണ് പുറത്തുള്ളവരൊന്നുമായിട്ട് മിംഗ്ലിംഗ് ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച്. അപ്പൊ അവർ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല, മറ്റൊരു അതോറിറ്റീസിനെയും മറ്റു ആളുകളെ ഇടയിലേക്ക് വരാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു മിങ്കിൾ ചെയ്ത് അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാനോ ഒന്നും അവര് ആരെയും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഒരു നേച്ചർ ആയിരുന്നു അവരുടെ ഒരു സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്. മോസ്റ്റ് ഓഫ് ദ ലിറ്ററേച്ചർ ഇൻക്ലൂഡഡ് സെർമൺസ്. അപ്പൊ അവരുടെ ലിറ്ററേച്ചറിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, ഈ പ്യൂരിറ്റൻസ് എഴുതിയതൊക്കെ എങ്ങനെയുള്ളതായിരിക്കാം, കൂടുതൽ ബൈബിളുമായിട്ട് കൂടുതൽ ബന്ധമുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ വർക്കുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ സെർമൺസ് എന്ന് പറയാം അല്ലെ, അപ്പൊ പ്രസംഗം അല്ലെ, നമ്മുടെ മലയിലെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ബൈബിളിലൊക്കെ യേശുവിന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഉപദേശങ്ങള്, അതുപോലെ തന്നെ പോയിന്റ്സ്, ലെറ്റേഴ്സ്, ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ് അല്ലെ, ചരിത്രപരമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ വർക്കുകളിൽ എന്താണ് ഇവർ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. These literatures aimed at sharing the value system, faith, the Bible and the importance of God. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ലിറ്ററേച്ചറും എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക, അവര് ദൈവത്തിന് അല്ലെ, ദൈവത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ എത്തിക്കുക, അല്ലെങ്കിൽ ബൈബിളിനും ദൈവത്തിനും ആണ്, ഗോഡിനുമാണ് അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയറിംഗ് ദ വാല്യൂ സിസ്റ്റം അല്ലെ, അതായത് വിശ്വാസം അല്ലെ, വിശ്വാസികളുടെ ഒരു ഇത്, അങ്ങനെയൊക്കെ കൂടുതലും ദൈവവും ബൈബിളും ഒക്കെ ആയിട്ടാണ് ഇവരുടെ കൂടുതലായിട്ടും ഇവര് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. The belief was further propagated and disseminated through lesson books. They were primarily written in a belief that children had the potential to the evil and hence should be shown the correct path of Bible, God and Puritan faith. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, കുട്ടികൾക്കും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. In the mid-17th century, there were changes in the way people thought and understood society. 17ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ആളുകള് സൊസൈറ്റിനെ മനസ്സിലാക്കുന്നു, അവരുടെ ചിന്തയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. Art, literature and culture saw more enlightened ideas and that also influenced the way we perceive and understand. അപ്പൊ നമ്മുടെ ഒരു റെനൈസൻസ് എന്നൊക്കെ പറയാം അല്ലെ, ഒരു ഉണർവൊക്കെ വന്നപ്പോഴത്തേനും കുട്ടികളിലും ഒരു മാറ്റം വന്നു അല്ലെ, അവർ ചിന്തിക്കുന്നതും അവർ മനസ്സിലാക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. The writings of thinkers like John Locke led the change in the way children came to be understood. Locke's concept of the tabula rasa, a blank slate, or the thinking that children are born without any preconceived notions or ideas, and that all knowledge that they acquire comes about because of lived experiences and their own perceptions mark അല്ലെ. അപ്പോ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കുട്ടികൾക്ക് സൊസൈറ്റിയിൽ ഒരു മാറ്റം വന്നെന്ന് പറഞ്ഞല്ലോ, ഒരു 17ാം സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ജോൺ ലോക്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലിറ്ററേച്ചറിലെ എഴുത്തുകാരൻ അല്ലെ, അപ്പൊ നമ്മുടെ ഈ ജോൺ ലോക്കിന്റെ ഒരു തിയറി വന്നു, എന്താണ് ടബുല രസ എന്ന് പറയും. ഓക്കെ, ടബുല രസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്,
ബ്ലാങ്ക് സ്ലേറ്റ്, അതായത് ഒന്നുമില്ലാത്ത, നമ്മൾ കടയിൽ നിന്ന് ഒരു പുതിയ സ്ലേറ്റ് മേടിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് കുട്ടികളുടെ മനസ്സ് എന്നൊരു കോൺസെപ്റ്റുമായിട്ട് നമ്മുടെ ഈ ജോൺ ലോക്ക് ആ ഒരു കാലഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ മനസ്സ് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. തബല രസ എന്ന് വേറൊരു വാക്കാണ് കേട്ടോ അതിന്റെ തന്നെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിൽ എന്താണ്, നമ്മൾ എന്താണോ അവിടെ എഴുതി കൊടുക്കുന്നത് അതായിരിക്കും അവര് കൺസീവ് ചെയ്യുക, അതാണ് അവർ പെർസീവ് ചെയ്ത് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് എന്തും പഠിപ്പിച്ചു കൊടുക്കാം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. കാരണം അവരുടെ മനസ്സ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലേറ്റ് പോലെയാണെന്നൊരു അഭിപ്രായത്തോടു കൂടിയാണ് ജോൺ ലോക്ക് വരുന്നത്. അതുപോലെ തന്നെ അവരെങ്ങനെയാണ് അവർ കൂടുതലായിട്ടും നോളജ് ഐഡിയാസ് ഒക്കെ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്, കംസ് അബൌട്ട് ബിക്കോസ് ഓഫ് ലീവ്ഡ് എക്സ്പീരിയൻസ്. അവർക്ക് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസുകളാണ് അവരെ കൂടുതലും ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുകയുള്ളൂ എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് their own perceptions marks notable way in which people, educationalists, writers to understand കുട്ടികൾക്ക് കൂടുതലായിട്ടും അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതലായിട്ട് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടുള്ളതപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് അവർ അക്വയർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ചിന്ത, ഒരു പുത്തൻ ഉണർവ് ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു കാലത്ത് ജോൺ ലോക്കിന്റെ ഈ ഒരു കോൺസെപ്റ്റോട് കൂടി വരികയാണ്. Thus, stories with moral lessons, values, fables, riddle books, rhythms, rhymes and games started to find a place in the book for children. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നു, ആളുകളൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൂടുതലായിട്ടും ചിൽഡ്രൻസിന്റെ ലിറ്ററേച്ചറിലേക്ക് പുതിയ പുതിയ കാറ്റഗറിയിലുള്ള ബുക്സുകളൊക്കെ ആഡ് ചെയ്തപ്പെട്ടു. എങ്ങനത്തെയുള്ള ബുക്കുകളായിരുന്നു? മോറൽ ലെസൺസ്, വാല്യൂസ് അല്ലെ, കുറച്ച് വാല്യൂസ് ഉള്ള ഫേബിൾസ് അല്ലെ, ഉപദേശ കഥകള്, കുട്ടികളുടെ മനസ്സിൽ തൊടുന്ന കുറച്ച് ഉപദേശങ്ങളുള്ള കഥകള്. അതുപോലെ തന്നെ റിഡിൽ ബുക്സ്, അവർക്ക് പസിൽസ് ഒക്കെ കളിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ബുക്കുകൾ. അതുപോലെ തന്നെ റൈംസ് അല്ലെ, റൈംസും പിന്നെ ഗെയിംസ്, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ കൂടുതലായിട്ടും ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഒരു ഭാഗമാകാനായിട്ട് തുടങ്ങി. ഡിഫോസ് റോബിൻസൺ ക്രൂസോ അല്ലെ, ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ ആണ് കേട്ടോ, 1790 പബ്ലിഷ് ചെയ്താണ്. ആൻഡ് സ്വിഫ്റ്റ് ഗളിവേഴ്സ് ട്രാവൽസ് അല്ലെ, ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഗളിവേഴ്സ് ട്രാവൽസും അല്ലെ 1726. അപ്പോൾ ഈ ബുക്കുകളൊക്കെ എന്താണ് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലേക്ക് ആ ഒരു കാലഘട്ടത്തിൽ വന്നു അല്ലെ. ഗളിവറിന്റെ ട്രാവൽസ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ മലയാളം വേർഷനൊക്കെ അല്ലെ. ഒരു ഗളിവർ എന്ന് പറഞ്ഞാൽ കുഞ്ഞു മനുഷ്യൻ വലിയൊരു ആളുകളുടെ നാട്ടിൽ പോയി പെടുന്നത് അല്ലെ. അപ്പോ അയാള് എന്താ ചെയ്യുന്നത്, സോറി കേട്ടോ, വലിയ ആളായിട്ടുള്ള ആള് കുഞ്ഞു മനുഷ്യന്മാരുടെ നാട്ടിൽ പോയി പെടുന്നു അല്ലെ. എന്നിട്ട് അയാൾ കടൽ തീരത്ത് നിന്ന് കിടക്കുന്നു. അപ്പൊ ആളുകളൊക്കെ അയാളെ കയറ് കെട്ടി വലിക്കുന്നു, അനക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര നാള് മുമ്പ് എഴുതിയതാണെന്ന് നോക്കി. അപ്പൊ ഇത്ര വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടും അതിന്റെ ആ ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടൈം കൊണ്ട് അതിന്റെ ഇതിനൊന്നും ഒരു തനിമയൊന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകള് നോക്കി തെരഞ്ഞു പിടിച്ച് വായിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ ഈ റോബിൻസൺ ക്രൂസോയും ഗളിവേഴ്സ് ട്രാവൽസും ഒക്കെ അല്ലെ. അപ്പോൾ അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു 17ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ കാറ്റഗറിയിലേക്ക് വന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കിക്കേ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻ ദ 18th and 19th century. അപ്പൊ നമ്മള് 15ാം നൂറ്റാണ്ട്, 16ാം നൂറ്റാണ്ട്, 17ാം നൂറ്റാണ്ട് വരെ നമ്മൾ നോക്കി കേട്ടോ. അപ്പൊ നമ്മൾ ലിറ്ററേച്ചർ ആണല്ലോ നോക്കുന്നത്. ഇനി നമ്മള് 18ഉം 19ഉം അല്ലെ. എന്താണ്? In early 18th century, some London publishers started publishing books for the entertainment of young readers. അങ്ങനെ 18ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ലണ്ടനിലുള്ള പബ്ലിഷേഴ്സ് ഒക്കെ എന്ത് ചെയ്തു തുടങ്ങി, started publishing books for the entertainment of young readers. ഒരു യങ് റീഡേഴ്സ്, അതായത് അഡൽട്ട് ഒക്കെ ആവുന്നതിന് മുമ്പുള്ള ഒരു ആ പീരീഡ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, കുട്ടികളും കുറച്ചുകൂടെ കൗമാരക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ കൂടുതൽ ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. തോമസ് ബോർമൻ പബ്ലിഷ് ഡിസ്ക്രിപ്ഷൻ ഓഫ് 300 ആനിമൽസ് ആൻഡ് ജൈജാന്റിക് ഹിസ്റ്ററീസ്. അപ്പൊ ഈ വർക്കുകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വർക്കുകളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക. അതുപോലെ തന്നെ ആരാണ് പബ്ലിഷ് ചെയ്തതെന്നും പഠിക്കണം കേട്ടോ, കാരണം അത് വൺ വേർഡിൽ നമുക്ക് ചോദിക്കാം. അടുത്തായിട്ട് എന്താണ്, മേരി കൂപ്പർ പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് നോൺ നഴ്സറി റൈം കളക്ഷൻസ് ടോമി തോംസ് പ്രെറ്റി സോങ് ബുക്ക് വോളിയം 1 and 2 1744. അങ്ങനെ കുട്ടികളുടെ ലിറ്ററേച്ചറിൽ നമ്മുടെ മേരി കൂപ്പറിന്റെ എന്താണ് നഴ്സറി റൈംസിന്റെ ഒരു സെക്ഷൻ വന്നു അല്ലെ, വോളിയം 1 and 2 എന്നതിന്റെ പേരെന്താണ്, ടോമി തോംസ്
പ്രെറ്റി സോങ് ബുക്ക് എന്നാണ് അതിന്റെ പേര് കേട്ടോ. 1744 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഹെയർ കളക്ഷൻ ഹാസ് ഏർലി വേർഷൻസ് ഓഫ് ബാബ ബ്ലാക്ക് ഷിപ്പ് ആൻഡ് ഹിക്കറി ഡിക്കറി ഡോഗ്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ ആൻഡ് സിംഗ് എ സോങ് ഓഫ് സിക്സ്പെൻസ്, John Newbery's A Little Pretty Pocket Book, written in 1744, is considered as the first real children's book. അപ്പോൾ ഈ പറഞ്ഞ വർക്കുകളൊക്കെ നമ്മൾ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ആ 18-19 നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ബുക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ബാബ ബ്ലാക്ക് ഷിപ്പും അതൊക്കെ നമുക്ക് ഇപ്പോഴും വളരെ ഇഷ്ടമുള്ള നഴ്സറി റൈംസുകളാണ് അല്ലേ. അപ്പോൾ ഹെയർ കളക്ഷൻ ഓഫ് വേർഷൻസ് ഓഫ് ബാബ ബ്ലാക്ക് ഷിപ്പ്, ഹിക്കറി ഡിക്കറി ഡക്ക്, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ, സിംഗ് എ സോങ് ഓഫ് സിക്സ്പെൻസ്. അപ്പോൾ ഇത് ആരാണ് എഴുതിയതെന്ന് ഓർത്തിരിക്കുക കേട്ടോ, ആരാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഈ പറഞ്ഞ ബുക്കുകളൊക്കെയാണ് നമ്മുടെ റിയൽ ചിൽഡ്രൻസ് ബുക്ക് അല്ലെ, കുട്ടികളുടെ ശരിക്കുള്ള ബുക്കുകളായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇറ്റ് വാസ് റിട്ടൺ പ്യുവർലി ഫോർ ദ എന്റർടൈൻമെന്റ് ഓഫ് ചിൽഡ്രൻ. എന്തുകൊണ്ടാണ് കുട്ടികളുടെ റിയൽ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ്, അവരുടെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ശരിക്കും എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ ബുക്കുകളായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ആണെന്നാണ് പറയപ്പെടുന്നത്. ന്യൂബെറി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പോൾ നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ന്യൂബെറി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പൊ കുട്ടികളുടെ ലിറ്ററേച്ചറിന്റെ ഫാദർ എന്ന് കൺസിഡർ ചെയ്യുന്ന അറിയപ്പെടുന്നത് ന്യൂബെറി ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ. ന്യൂബെറി ഡെവലപ്പ് ദ ഫസ്റ്റ് ചിൽഡ്രൻസ് പീരിയോഡിക്കൽ കോൾഡ് ദ ലില്ലിപുട്ടിയൻ മാഗസിൻ, എ മിസലനി ഓഫ് സ്റ്റോറീസ്, വേഴ്സ്, റിഡിൽസ് ആൻഡ് ചാറ്റി എഡിറ്റോറിയൽസ്. അപ്പോൾ നമ്മുടെ ഈ ന്യൂബെറി ആണ് കുട്ടികളുടെ ഫാദർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ ലില്ലിപുട്ടിയൻ മാഗസിൻ, എ മിസലനി ഓഫ് സ്റ്റോറീസ്, വേഴ്സ്, റിഡിൽസ് ആൻഡ് ചാറ്റി എഡിറ്റോറിയൽസ്. ഇനി ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ദ ഹിസ്റ്ററി ഓഫ് ലിറ്റിൽ ഗൂഡി ടു ഷോസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ലിറ്റിൽ ഗൂഡി ടു ഷോസ്. അത് 1765 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഈസ് ബിലീവ്ഡ് ടു ബി ദ ഫസ്റ്റ് ചിൽഡ്രൻസ് നോവൽ. അങ്ങനെ കുട്ടികളുടെ ആദ്യത്തെ നോവൽ അല്ലെ, നമ്മൾ റൈംസും ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നോവൽ എന്ന രീതിയിൽ കുട്ടികളുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം. ദ ഹിസ്റ്ററി ഓഫ് ലിറ്റിൽ ഗൂഡി ടു ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് ആരുടെയാണ്? ന്യൂബെറി എന്ന് പറഞ്ഞ ആളുടെ വർക്കാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ പുവർ ഓർഫൻ മാൽഗറി who becomes a teacher, marries a local landowner who is impressed by her honesty, hard work and good sense. അപ്പൊ ആ ഒരു നോവലിൽ എന്തായിരുന്നു കഥ? ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ പുവർ ഓർഫൻ മാൽഗറി. ഒരു ഓർഫൻ ആയിട്ടുള്ള ആള് ഒരു ടീച്ചർ ആവുന്നു, ഒരു ലാൻഡ് ഓണറിനെ, ലോക്കൽ ആയിട്ടുള്ള ഓണറിനെ കല്യാണം കഴിക്കുന്നു. അവരുടെ സത്യസന്ധതയിലും ഹാർഡ് വർക്കിലും ഒക്കെ ഇംപ്രസ്ഡ് ആയിട്ട് ഉള്ളൊരു കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീമോട് കൂടിയ ഒരു ബുക്കായിരുന്നു. അതാണ് കുട്ടികളുടെ ലിറ്ററേച്ചറിൽ ആദ്യത്തെ നോവൽ എന്ന സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് എ കാറ്റഗറി ഓഫ് റൈറ്റിംഗ് കോൾഡ് ജുവനലിയ വാസ് ഓൾസോ പബ്ലിഷ്ഡ്. ദ ജുവനലിയ ആർ ലിറ്റററി മ്യൂസിക്കൽ ആർട്ടിസ്റ്റിക് വർക്ക് created by an author when she or he is very young. For example, the stories and poems with Jane Austen wrote when she was a young girl were published later as Juvenalia, comprised of several notebooks said to have been composed between when Austen was between 12 and 18 years of age. അപ്പോൾ ഈ ജുവനലിയ എന്ന് പറഞ്ഞ ഒരു വർക്ക് ഒരു ഓതർ വളരെ ചെറുതായിരുന്നപ്പോൾ, ചെറിയൊരു പ്രായത്തിലായിരുന്നപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞാലും നമ്മുടെ ജെയിൻ ഓസ്റ്റിന്റെ വളരെ ഒരു 18 വയസ്സിന്റെ ഇടയ്ക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ദ ഗ്രിം ബ്രദേഴ്സ് ജേക്കബ് ലുഡ്കിൻ കോൾ ആൻഡ് വില്യം കോൾ പബ്ലിഷ്ഡ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ കോൾഡ് ഗ്രിംസ് ഫെയറി ടെയിൽസ് ഫോർ ചിൽഡ്രൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് ടെയിൽസ് ഇൻ 1812. അപ്പോൾ ഇത് കുറെ വർക്കുകളുടെ ഇയറും ആരാണ് പബ്ലിഷ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടി കേൾക്കുമ്പോൾ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിപ്പം നമ്മള് ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററിയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പണ്ടത്തെ വർക്കുകളടക്കം ആരാണ് പബ്ലിഷ് ചെയ്യുന്നൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചവറുപോലെ കൊടുത്തിട്ടുണ്ടാവുന്ന നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഏത് ബുക്കാണ്, ആരാണ് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് അതിന്റെ റൈറ്റർ എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. കാരണം അതിനകത്താണ് മനസ്സിലാക്കാനുള്ളൂ, വേറെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഗ്രിംസ് ബ്രദേഴ്സിന്റെ പബ്ലിഷ് ചെയ്ത ബുക്ക് എന്തായിരുന്നു? ഫെയറി ടെയിൽസ് ഫോർ ചിൽഡ്രൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് ടെയിൽസ് ഇൻ 1812. അപ്പൊ ആ ഒരു ഇയറും ആരാണ് പബ്ലിഷ് ചെയ്തത് എന്നൊന്ന് നോക്കുക. ഓക്കെ, മഞ്ജു കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. മൊത്തം ഇങ്ങനെയുള്ള ഇയറുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ജസ്റ്റ് അത് റീഡ് ചെയ്തിട്ട് അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്, അതിനകത്ത് വേറെ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, the first edition had 86 stories and by the 7th edition in 1857 had 210 unique fairy tales. Swiss writer Jonathan David Weiss published the Swiss Family Robinson in 1812. ഇതൊക്കെ വർക്കുകളാണ്, അതിന്റെ ഇയറും ആരാണ് പബ്ലിഷ് ചെയ്തെന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. It is one of the first novels written that teaches children self-sufficiency and is about the dignity of labor while also being the tale of adventure. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഒരു ഡിഗ്നിറ്റിനെ കുറിച്ചും അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് തീംസ് ഒക്കെ പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ വർക്കുകളൊക്കെ കേട്ടോ. അടുത്തതായിട്ട് എന്റെ ബുക്ക് കുറച്ച് കീറിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റുന്നില്ല, അതാണ് കേട്ടോ. ഓക്കെ, Andersen published stories, fairy tales for children in 1845 in his native Denmark. They were translated and published in English and soon became popular with foreign readers. Andersen's most famous stories are The Emperor's New Clothes, The Snow Queen and Thumbelina. Thumbelina എന്നാണ് കേട്ടോ, Thumbelina. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വർക്കുകൾ എംപറേഴ്സ് ന്യൂ ക്ലോസ്, ദ സ്നോ ക്യൂൻ ആൻഡ് Thumbelina, അപ്പൊ ഈ വർക്കുകളൊക്കെ ആരുടെയാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ആൻഡേഴ്സൺ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഓക്കെ, the 19th century saw quite a number of books being written for children that was meant primarily for their entertainment, such as Rudolf Caldoc's The Babes in the Wood. Randolph Caldoc's recreated the first picture book for children. അപ്പോൾ നമ്മുടെ ഈ ബുക്ക് അല്ലെ, ദ ബേബ്സ് ഇൻ ദ വുഡ്, അതും ആരാണ് നോർത്തിരിക്കുക, ഇയറും കൂടെ അണ്ടർലൈൻ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻ ദ 20th and 21st century. അപ്പൊ നമ്മൾ 15 തുടങ്ങിയിട്ട് നമ്മളിപ്പം 20ാമത്തെ സെഞ്ചുറി 21ാമത്തെ സെഞ്ചുറിയിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. The first 2 decades of the 20th century saw production of color illustrated books for children. അപ്പോൾ 20ാമത്തെ സെഞ്ചുറിയുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള കളർ ആയിട്ടുള്ള ബുക്ക് അല്ലെ, കളർ ഒക്കെ ഉള്ള ബുക്കുകൾ, പിക്ചേഴ്സ് ഒക്കെ ഉള്ള ബുക്കുകൾ വന്നു തുടങ്ങി. Children's book written between the two world wars deal with themes related to ideals and the spirit of pioneers. A good example of this spirit of pioneer is Laura Ingalls Wilder's Little House series, based on her childhood and teenage years in the American Middle East. The first of the books, Little House in a Big Wood, was published in 1932. It was later adapted to television by the name Little House in the Prairies. Besides books for children such as those written by Margaret Wise Bond, Good Night Moon, The Runaway Bunny, Good Night June, and Louise Lungy's Strawberry Girl become popular. അപ്പോൾ ഈ 20th സെഞ്ചുറിയുടെ ആദ്യത്തിൽ വന്ന ബുക്കുകളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ടെലിവിഷനിലൊക്കെ നമ്മുടെ ഈ ഒരു ലിറ്റിൽ ഹൗസ് ഇൻ പ്രയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കിന്റെ ഒരു പിക്ചർ അല്ലെ, മോഷൻ പിക്ചർ ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ബുക്കുകളൊക്കെ ആയിരുന്നു ആ ഒരു 20th സെഞ്ചുറിയുടെ ആദ്യ കാലങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ട് വന്ന ബുക്കുകൾ. In the 1930s and 50s, children's literature dealt with issues concerning society and tales of the pioneering era striving against poverty were published. അപ്പോൾ 1930ലും 50ലും ഒക്കെ വന്ന ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ കൂടുതലായിട്ടും അവര് എന്ത് ഇഷ്യൂസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തിനെ കുറിച്ചാണ് അവർ എഴുതിയിരുന്നത്? സ്ട്രൈവിംഗ് അഗെയിൻസ്റ്റ് പോവർട്ടി വെയർ പബ്ലിഷ്ഡ്. അപ്പോൾ എന്താണ് നമ്മുടെ ദാരിദ്ര്യം അല്ലെ, ദാരിദ്ര്യത്തില് മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, അതിനെ കുറിച്ചൊക്കെയാണ് അവർ ആ സമയങ്ങളിൽ കൂടുതലായിട്ട് വർക്കുകളിലൊക്കെ എഴുതിയിരുന്നത്. ഇൻ 1960s and 70s, അപ്പോൾ 60ലും 70 ആ ഒരു കാലഘട്ടത്തിലൊക്കെ റിയലിസം മേഡ് ഇറ്റ്സ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. അപ്പോൾ റിയലിസം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റും കൂടെ നമ്മുടെ ചിൽഡ്രൻസിന്റെ ലിറ്ററേച്ചറിലെ സെക്ഷനിലേക്ക് വരികയാണ്. റിയലിസം ഇനിഷ്യലി സ്റ്റാർട്ടഡ് ഇൻ ദ ആർട്സ് പെയിന്റിങ്സ്. അപ്പോൾ റിയലിസം ആദ്യമായിട്ട് വന്നത് പെയിന്റിങ്സിലാണ്, ആർട്സിലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇൻ ലിറ്ററേച്ചർ, റിയലിസം വാസ് കൺസേൺ വിത്ത് ദ ഹൗ സൊസൈറ്റി, economy, politics and culture influence and affected not only the arts but literature as well. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് റിയലിസം വന്നപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് അല്ലെ, സൊസൈറ്റി, എക്കണോമി, പൊളിറ്റിക്സും കൾച്ചറും ഒക്കെ എങ്ങനെയാണ് ആർട്സിനെ അഫക്ട് ചെയ്യുക എന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് വന്നപ്പോൾ ഈ റിയലിസം ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യുന്ന. Realism becomes the first non-conformist movement in literature and the arts. അപ്പൊ നമ്മുടെ ഈ ആർട്സിലും ലിറ്ററേച്ചറിലും ഏറ്റവും ആദ്യമായിട്ട് വന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക്
റിയലിസം ആണെന്ന് പറയാം. Gustave Courbet and Edouard Manet were among the prominent realist artists of the age. അപ്പോൾ ആ ഒരു കാലഘട്ടത്തില് റിയലിസ്റ്റുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവർ രണ്ടുപേരുമായിരുന്നു കേട്ടോ. ഗുസ്റ്റേവും അതുപോലെ തന്നെ എഡോമോഡ് മാനറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു. Realism as a movement in the art and literature started in the 1750s. അപ്പോൾ റിയലിസം നമ്മുടെ ഈ ഒരു ആർട്ടിലും ലിറ്ററേച്ചറിലും തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? ഒരു 1750 ആ ഒരു കാലത്തിലാണ് നമ്മുടെ ലിറ്ററേച്ചറിലും ആർട്സിലും ഒക്കെ നമ്മുടെ ഈ ഒരു റിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതലായിട്ടും വന്നത്, ആ ഒരു മൂവ്മെന്റ് എന്ന് പറയാം, അല്ലെ ആ ഒരു മാറ്റം വന്നത്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ബിക്കം എ മൂവ്മെന്റ് അണ്ടിൽ ദ 1850s. പക്ഷെ 1850 വരെ ഒരു മൂവ്മെന്റ് ആയിട്ട് വന്നിട്ടില്ല, ഒരു മാറ്റമായിട്ട് വന്നിട്ടുള്ളൂ. ഒരു മൂവ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താണ് പറയാ, കുറച്ചും കൂടെ പ്രസിദ്ധി ആർജിക്കണം, അല്ലെ, കുറച്ചും കൂടെ പോപ്പുലർ ആയെങ്കിൽ മാത്രമാണ് അതിനൊരു മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. അപ്പൊ 1850 കൂടിയാണ് അതൊരു മൂവ്മെന്റ് ആയിട്ട് മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. In France, the movement gained momentum in the second half of the 19th century, and the propagators were against the artificial world created by the classical age and romantic age. അപ്പൊ ഈ റിയലിസത്തിന് വരവോടുകൂടി ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആർട്സിനെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വേൾഡ് ക്രിയേറ്റഡ് ബൈ ദ ക്ലാസിക്കൽ ഏജ് ആൻഡ് റൊമാൻറ്റിക് ഏജിനൊക്കെ ഇവര് എതിരായിരുന്നു. ആരാണ്? ഈ റിയലിസ്റ്റിക് മൂവ്മെന്റിലെ ആളുകൾ. They believed in the contemporary. അവർക്ക് കണ്ടംപററിയിൽ മാത്രമാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. Their subject matters was the middle class, even in the lower classes of society. അപ്പൊ ഇവരുടെ സബ്ജക്ട് എന്തായിരുന്നു? അവര് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലെ ആളുകളുടെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. Their social norms, customs and the ordinary, the humble people are opposed to the elite and the aristocracy who were the themes of earlier works of art. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതം, അവർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എലൈറ്റ് ആയിട്ടുള്ള പീപ്പിൾ, എലൈറ്റ് എന്ന് വെച്ചാൽ ഉയർന്ന അല്ലെ കാശുകാരൊക്കെ ആയിട്ടുള്ള ആളുകൾ, അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെയുള്ളത്, അരിസ്റ്റോക്രസിക്കെതിരെ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ആദ്യകാലത്തെ വർക്കുകളിലൊക്കെ വന്നിട്ടുള്ള തീമുകൾ. They brought the ignored, the unheard, the marginalized into the limelight with their works, be it in painting or in literature. അപ്പൊ ഈ റിയലിസം മൂവ്മെന്റിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കൂടുതലായിട്ടും അൺഹിയർഡ്, അതായത് നമ്മൾക്ക് സംസാരിക്കാൻ ആരുമില്ലാത്ത, അല്ലെ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത, മാർജിനലൈസ് ആയിട്ടുള്ള, അതായത് ഒഴിവാക്കപ്പെട്ട അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ പുറത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് പുറം വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഈ വർക്കുകളിലൂടെ അവർ ശ്രമിച്ചത്. കൂടുതലായിട്ടും എന്തിനാണ്? ഇൻ ദെയർ പെയിന്റിങ്, അല്ലെ, പെയിന്റിങ്ങിലൂടെയും ലിറ്ററേച്ചറിലൂടെയും അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും അവർ ഡിസ്കസ് ചെയ്തത്. This trend was to continue to the 20th century and to find its way to children's literature. അപ്പോൾ ഒരു 20th സെഞ്ചുറിയിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. ആ ഒരു വഴിത്തിരിവ് എന്തിലേക്ക് മാറി? ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഈ ഒരു എന്താണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ ഒരു ചെറിയൊരു ടച്ച് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലേക്കും ചെറുതായിട്ട് വന്നു തുടങ്ങി. Realism entered the world of children's literature, realistic stories by the 1960s and 1970s. അങ്ങനെ കുട്ടികളുടെ സാഹിത്യത്തിലും ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലും ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകൾ കൂടുതലായിട്ടും വന്നു തുടങ്ങി. എപ്പോഴാണ്? 1960-70 കാലഘട്ടങ്ങളിൽ. Writers like Beverly Cleary, Judy Blume and Paul Tinder wrote about growing up and serious abandonment, death, obesity. Beverly Cleary's Henry Higgins, 1950, The Mouse and the Motorcycle, Runaway, Ralph, and the Ramosa series, Judy Blume's Are You There God? It's Me, reflected this realistic feature. അപ്പോൾ ഇവര് നമ്മുടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കൊണ്ടുവന്നതോടുകൂടി നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ കിട്ടിയ കുറച്ച് വർക്കുകളാണ് അതിന്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരുന്നു? ബിവർലി ക്ലിയർലീസ്, ജൂഡി ബ്ലൂംസ് ആൻഡ് പോൾ സിൻഡോൺ. ഈ പറഞ്ഞ 3 റൈറ്റേഴ്സ് ആണ് ആദ്യകാലങ്ങളിൽ ഈ റിയലിസ്റ്റിക് വർക്കുകളായിട്ട് നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലേക്ക് കടന്നു വരുന്നത് കേട്ടോ. അപ്പൊ അവരുടെ വർക്കുകൾ ഏതൊക്കെയായിരുന്നു? അവർ കൂടുതലായിട്ടും കൈകാര്യം ചെയ്തത് അബാൻഡൻമെന്റ്, ഡെത്ത്, ഒബിസിറ്റി, ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെയാണ് അവർ അവരുടെ വർക്കുകളിലൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ബിവർലി ക്ലിയർലീസ്, ഹെൻറി ഹിഗിൻസ് കേട്ടോ, ആ വർക്കുകളൊന്ന് ഓർത്ത് വെക്കുക. ദ മൗസ് ആൻഡ് മോട്ടോർ സൈക്കിൾ, റൺവേ, റാൽഫ് ആൻഡ് റമോന സീരീസ്, ജൂഡി ബ്ലൂംസ് ആർ യു ദേർ ഗോഡ് ഇറ്റ്സ് മീ, റിഫ്ലക്റ്റഡ് ഇസ് റിയലിസ്റ്റിക് ഫീച്ചർ. അപ്പൊ ഈ വർക്കുകളൊക്കെ റിയലിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വർക്കുകളായിരുന്നു. Other works included Margaret 1970 and Paul Sindale's My Darling, My Hammer,
I Never Loved Your Mind and The Undertaker Gone Bananas 1978. അപ്പോൾ ഈ പറഞ്ഞ വർക്കുകൾ നമ്മുടെ റിയലിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള വർക്കുകളാണ്, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ വന്ന വർക്കുകളാണ് കേട്ടോ. These were pioneers in their writings. Authors like M.E. Kerr, Cynthia Wigot, and Robert Cormier wrote about other crucial issues like homelessness, about race and sexuality. അപ്പോൾ പിന്നീട് ലിറ്ററേച്ചറിലേക്ക് വന്നത് നമ്മുടെ അബാൻഡമെന്റ്, ഡെത്ത്, ഒബിസിറ്റി ഒക്കെ ആദ്യ കാലഘട്ടത്തിലെ ഇഷ്യൂസ് ആയിട്ട് വന്നു. പിന്നീട് അവർ കൊണ്ടുവന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഹോംലെസ്നെസ്, അതുപോലെ തന്നെ റേസ് ആൻഡ് സെക്ഷുവാലിറ്റി അല്ലെ. അതൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവർ കുട്ടികളുടെ ലിറ്ററേച്ചറിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നത്. M.E. Kerr wrote Dark Intruder, I Will Love You When You Are More Like Me, and Gentle Hands. Cynthia Wigot wrote the Tillman Cycle, including work such as Homecoming 1981, Daisy Song 1982, A Solitary Blue 1983, Robert Cormier Had Now Ended the Hour 1960, A Little Row on Monday Mornings 1963, and Take Me Where the God Times Are 1965. അപ്പോൾ ഈ സിന്ധ്യ വോയ്ഗോട്ട് ഒരു ലേഡിയുടെ ബുക്കുകളാണ് കേട്ടോ ഇത്രയും പറയുന്നത്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ഏത് കാലഘട്ടത്തിലാണ്, നമ്മുടെ ഒരു 19 ആ ഒരു കാലഘട്ടത്തിൽ, അപ്പൊ 18th സെഞ്ചുറി എന്ന് പറയാം അല്ലെ. അപ്പോ 18 21st അല്ലെ, ആ ഒരു സെഞ്ചുറിയിൽ വന്ന വർക്കുകളാണ്. അപ്പോൾ ആരുടെ വർക്കുകളാണെന്ന് ഓർക്കുക കേട്ടോ. ഒരാളുടെ ഇത് തന്നെ കുറെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണെന്നൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും അതിനകത്തില്ല. Children's literature, which has grown steadily since the later half of the 20th century, is now a distinct genre of literature. അങ്ങനെ ഒരു 20th സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ജോണർ തന്നെ എന്താണ്, അതൊരു സെപ്പറേറ്റ് ആയിട്ട് അല്ലെ, നമ്മുടെ എല്ലാ കാറ്റഗറിയും പോലെ അതിനും ഒരു ഐഡന്റിറ്റി കിട്ടി തുടങ്ങി. സ്കോളേഴ്സ് ഹാവ് കണ്ടക്ടഡ് എ ലോട്ട് ഓഫ് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്സ്. അപ്പോൾ കുട്ടികളുടെ ലിറ്ററേച്ചറിൽ ഒരുപാട് ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ വന്നു തുടങ്ങി. The Caldecott Medal and the Nobel Medal in America, presented by the American Library Association, are some of the most well-known awards for children's literature. അപ്പോൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഒരു ജോണറിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി ഒക്കെ വന്നതിന് ശേഷം അതിലും എന്ത് കിട്ടി തുടങ്ങി, അവാർഡ്സ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കയിലുള്ള ലൈബ്രറി അസോസിയേഷന്റെ അവാർഡ്സുകളൊക്കെ അവർക്കും കിട്ടി തുടങ്ങി. Other international English language children's books awards include the Book of the Year for Children Award from the Canadian Library Association, the Book of the Year awards by the Children's Book Council of Australia, the Children's Book Ireland Book of the Year awards, the CILIP Karanji Medal, the CILIP Kate Greenway Medal, the Guardian Children's Fiction Prize, the New Zealand Book Awards for Children and Young Adults in India, the Hindu Young World Good Book Awards recognizes excellence in children's writing. അപ്പോൾ ഈ പറഞ്ഞ അവാർഡുകളൊക്കെ നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അത് എന്തിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്, അതിന് ഒരു എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് അല്ലെ, നമ്മുടെ ലിറ്ററേച്ചറിൽ ഒരു പ്രത്യേക ഒരു ജോണറായിട്ട് അതിന് ഒരു മാറ്റം വന്നു തുടങ്ങിയതിനു ശേഷമാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് ഈ പറഞ്ഞ അവാർഡുകളൊക്കെ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ജോണേഴ്സ് ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഇനി ഏതൊക്കെ കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ബുക്സ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ കുറെ ബുക്കുകൾ കണ്ടു അല്ലെ, എന്തൊക്കെയായിരുന്നു, നമ്മള് ഫെയറി ടെയിൽസ്, ഫോക്ക് ടെയിൽസ് അല്ലെ, അതുപോലെ അങ്ങനെ കുറെ കണ്ടു. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ജോണറുകളുള്ള ബുക്കുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഗ്രാഫിക് നോവൽസ് അല്ലെ, ഗ്രാഫിക് നോവൽസ് ഉണ്ട്. അപ്പൊ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്, പിക്ചേഴ്സ് ഒക്കെ ഉള്ളതായിരിക്കും അല്ലെ. എന്താണ് ഗ്രാഫിക് നോവൽസ്? ആർ ബുക്സ് ഇൻ കോമിക് സ്ട്രിപ്പ് ഫോർമാറ്റ്. Graphic novels include science fiction or fantasy and other type of fictions. അപ്പോൾ ഗ്രാഫിക് നോവൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫിക്ഷനും കൂടെ വന്നിട്ടാണ്. എന്താണ് ഇമാജിനേഷൻ അല്ലെ, ഇമാജിനേഷൻ ഒക്കെ കൂടുതലായിട്ടും വന്നിട്ടുള്ള ബുക്കുകളെയാണ് നമ്മൾ ഫിക്ഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്രാഫിക് നോവൽസും നമ്മുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. Some critics may say term graphic novel was more of a marketing strategy to ensure that the adult readers were not perceived as juvenile or sub-literate for reading comics. Some critics say that it was DC Comics who introduced the term graphic novel in the 1970s, while some others attribute to it Bill Eisner and the publication of his book A Contract with God
ആൻഡ് അതർ ടെൻഡമെൻ സ്റ്റോറീസ് എ ഗ്രാഫിക് നോവൽ 1978. അപ്പോൾ ഗ്രാഫിക് നോവൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ്. അവർ പറയുന്നത് എന്താണ്? സം ക്രിട്ടിക്സ് സേ ടേം ഗ്രാഫിക് നോവൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇത് കൂടുതലായിട്ടും ഈ ഒരു ലിറ്ററേച്ചറിനെ പോപ്പുലർ ആക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുന്ന ഒരു ജോണർ, ഒരു കാറ്റഗറി ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത എന്താണ്? വേഴ്സ് നോവൽസ് എന്ന് പറയും. അതെന്താണ്? എ വേഴ്സ് നോവൽ is a type of narrative poetry in which a novel length narrative is told through the medium of poetry rather than prose. അല്ലെ? അപ്പോൾ നമ്മുടെ ഈ വേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോസിനേക്കാൾ കൂടുതൽ പ്രോസ് അല്ലെ നോവൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോസിനേക്കാൾ കൂടുതലായിട്ടും ഈ ഒരു പോയട്രിയുടെ രൂപത്തിൽ അതിലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? വേഴ്സ് നോവൽസ് എന്ന് നമ്മൾ പറയുന്നത്. വേഴ്സ് നോവൽസ് കേറ്റർ ടു ലിറ്റിൽ ചിൽഡ്രൻ ആസ് വെൽ ആസ് യങ് അഡൽട്സ്. അവരെന്തിനെ ഉദ്ദേശിച്ചാണ്? ചെറിയ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചാണ് അല്ലെ. അപ്പൊ ഈ നോവൽ പോലെയായിട്ടുള്ള ഉണ്ടെങ്കിൽ അപ്പൊ പ്രോസ് അല്ലെ, നമ്മളൊരു എസ്സേ, നമ്മള് പ്രോസ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പൊ പ്രോസിൽ കൂടുതലായിട്ടും എന്ത് തന്നെ ഉണ്ടാവും? നമ്മുടെ ഈ റൈംസ് ഒക്കെ പോലെ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അത് എന്തിനെ ഉദ്ദേശിച്ചാണ്? കുട്ടികളെ ഉദ്ദേശിച്ച് അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഓഫ് വേഴ്സ് നോവൽ ഫോർ റൂട്ട്സ് ആൻഡ് ബ്ലൂസ് ബൈ അർണോൾഡ് അഡോൾഫ്. അപ്പോൾ അർണോൾഡ് അഡോൾഫിന്റെ വർക്ക് അതിനൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഏതാണ്? റൂട്ട്സ് ആൻഡ് ബ്ലൂസ് എന്ന് പറയുന്നത് ഒരു വേഴ്സ് നോവലിന് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ്? ഇസി കിൽനിസ് ഹാസ് ബട്ടർഫ്ലൈസ് ബൈ 8/8 ആൻഡ് ലവ് ദാറ്റ് ഗോഡ് ബൈ ഷരോൺ ക്രീച്ച്. എക്സാമ്പിൾ ഓഫ് വേഴ്സ് നോവൽസ് ഫോർ യങ് അഡൽട്ട് ഇൻക്ലൂഡ് ഗ്ലിംസ്, കരോൾ ലിഞ്ച് വില്യംസ്, ലവ് ആൻഡ് ലവ് ഫ്ലവേഴ്സ്, സാറ ട്രീ, ദ വെയിറ്റ് ഓഫ് വാട്ടർ, സാറ ക്ലോസൺ, ജോണി and the 7 teddy bears of sin, James Venn, One Sarah Clausen and We Come Apart, Sarah Clausen and Brian Congan. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മുടെ ഈ ഒരു വേഴ്സ് നോവലിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു 2-3 വർക്കുകളൊക്കെ വേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു നോക്കാം. അപ്പോൾ കാറ്റഗറി ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞ ജോണർ ഏതാണെന്ന് ചോദിച്ചിട്ട് എസ് ഐ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, റിയലിസ്റ്റിക് നോവൽസ് ഓർ നോവൽസ് ഓഫ് റിയലിസം. അപ്പോൾ റിയലിസ്റ്റിക്കിന് നമ്മൾ കാര്യം പറഞ്ഞു അല്ലെ, എന്തായിരുന്നു റിയലിസ്റ്റിക്കിൽ വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് നോവൽസ് പ്ലേസ് എ സ്ട്രോങ് എംഫസിസ് ഓൺ ദ ട്രൂത്ത്ഫുൾ പ്രസന്റേഷൻ ഓഫ് ആക്ച്വൽ ഇൻ ഫിക്ഷൻ. Children are rooted in social class, operate in a highly developed social structure, interact with many other characters and undergo plausible and everyday modes of experience. അപ്പൊ റിയലിസം എന്താണെന്ന്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഒരു റിയലിസ്റ്റിക്കിന് ആ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടു അല്ലെ, റിയലിസം എന്ന സെക്ഷനിൽ കണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അതിനുള്ള എക്സാമ്പിളുകൾ, റിയലിസ്റ്റിക് നോവൽസിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലുക്കിംഗ് ഫോർ അലാസ്ക ബൈ ജോൺ ഗ്രീൻ 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. 13 Reasons Why ബൈ ജെ ഓഷർ, If I Stay by Gail Forman, The Fault in Our Stars by John Green and The Hate You Give by Angie Thomas. ഓക്കെ, അപ്പൊ ഇത്രയും വർക്കുകളാണ്. ഇതൊക്കെ 2017 റീസെന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ റിയലിസ്റ്റിക് നോവൽസിന് എക്സാമ്പിൾ ആണ് കേട്ടോ, അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്തായിട്ട് കണ്ടംപററി നോവൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. കണ്ടംപററി നോവൽസ് എന്താണ്? കണ്ടംപററി ഫിക്ഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോറീസ് ദാറ്റ് വുഡ് ഹാപ്പൻ ടു റിയൽ പീപ്പിൾ ഇൻ റിയൽ സെറ്റിംഗ്. അപ്പൊ ആളുകൾക്ക് റിയൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കുകളെയാണ് കണ്ടംപററി നോവൽസ് എന്ന് പറയുന്നത് കേട്ടോ. They usually takes place in the same time period and the reader is living the present. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അല്ലെ, കണ്ടംപററി എന്ന് വെച്ചാൽ അറിയാലോ നമ്മുടെ ഒരേ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന കഥകൾ തന്നെ അപ്പൊ ആ റീഡേഴ്സ് ആ സമയത്ത് തന്നെ വായിച്ച് അതിനുള്ളതാണ് കണ്ടംപററി നോവൽസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. With the things that are currently or could be happening in the same time period. അപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ കഥകളായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ എത്തുന്നു. അതിനെയാണ് നമ്മൾ കണ്ടംപററി നോവൽസ് എന്ന് ഉദ്ദേശിക്കുക. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഓഫ് കണ്ടംപററി നോവൽസ് ആർ ലൈഫ് ഓഫ് പൈ ബൈ യാൻ മാറ്റർ ഇൻ 2011, ദ ഗോൾഡ്ഫിഷ് ബൈ ഡോണ ടാറ്റ് 2013, ടു ഓൾ ദ ബോയ്സ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ ബൈ ജെനി ഹാൻ 2014, പീസ് ഐ സ്റ്റിൽ ലവ് യു by Jenny Horn 2015, Turtles All the Way Down by John Green 2017. അപ്പോൾ ഈ പറഞ്ഞ നോവലുകളൊക്കെ കണ്ടംപററി നോവൽസിന് എക്സാമ്പിളുകളാണ് കേട്ടോ. അടുത്തത് എന്താണ്? ഫാന്റസി നോവൽസ്. ഫാന്റസി എന്താണ്? നമ്മൾ മാജിക് അല്ലെ, മാജിക് ഒക്കെ ഉൾപ്പെടുന്ന നമ്മൾ ഫാന്റസി എന്ന് പറയുക.
ഫാന്റസി നോവൽസ് സെറ്റ് ഇൻ ആൻ ഇമാജിനറി യൂണിവേഴ്സ് അല്ലെ, മൊത്തം ഇമാജിനേഷൻ കൊണ്ട് നിറഞ്ഞതായിരിക്കും ഫാന്റസി എന്ന് പറയുന്നത് അല്ലെ, ഫാന്റസി നോവൽസ്. മാജിക്, ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് മാജിക്കൽ ക്രിയേറ്റേഴ്സ് ആർ കോമൺ ഇൻ മെനി ഓഫ് ദീസ് ഇമാജിനറി വേർഡ്സ്. അപ്പോൾ ഇമാജിനറി വേർഡ്സിൽ നമ്മൾ കൂടുതലായിട്ടും ക്രിയേറ്റേഴ്സ് അല്ലെ, മാജിക്കലും സൂപ്പർ നാച്ചുറലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. എക്സാമ്പിൾസ് ഓഫ് ഫാന്റസി നോവൽ: The Chronicles of Narayana by C.S. Lewis in 1950, which the later adapted to cinematic representations. The Lion, The Witch, The Wardrobe 2005, Prince Caspian 2008, The Voyage of the Dawn Treader 2010. അപ്പോൾ ഈ പറഞ്ഞ വർക്കുകളൊക്കെ എന്താണ് നമ്മുടെ ഒരു സിനിമാറ്റിക് പ്രസന്റ്, അതായത് സിനിമയായിട്ട് പിന്നീട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണ് ഫാന്റസി നോവൽസിന് എക്സാമ്പിൾ ആണ്. പിന്നെ എന്താണ് യങ് അഡൾട്ട് ഫിക്ഷൻ അല്ലെ, എന്താണ് യങ് അഡൾട്ട് ഫിക്ഷൻ ആർ മെന്റ് ഫോർ ദ ഏജ് ഓഫ് 13, 19 ഓർ ഈവൻ 21. അപ്പൊ നമ്മളൊരു സ്റ്റുഡന്റിന്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അല്ലെ, ഒരു എന്താണ് ഒരു 19, 20 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടികൾ എന്നുള്ള ഒരു ഇതിൽ പെട്ടിട്ട് നമ്മൾ ഇച്ചിരി മെച്ചുവർ ആയിട്ടുള്ള ആളുകളായിട്ട് കണക്കാക്കും അല്ലെ. അപ്പൊ ഒരു 13 തൊട്ട് 21 വയസ്സുള്ള കുട്ടികളുടെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് വർക്ക്സ് കേട്ടോ. യങ് അഡൾട്ട് ഫിക്ഷൻസ് ഓവർ വേരിയസ് തീംസ് റിലേറ്റഡ് ടു അഡോളസെന്റ് അല്ലെ, അഡോളസെന്റ് പീരീഡ് ആണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെ. അഡോളസെന്റ് എന്താണ് കൗമാരക്കാര് അല്ലെ, കൗമാര പീരീഡ് എന്നൊക്കെ നമ്മൾ പറയും. ദേ ഇൻക്ലൂഡ് ദെയർ കമ്മിങ് ടു ദ ടേംസ് വിത്ത് ദംസെൽസ്. അപ്പൊ അവരുടെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ, ഒരു 13 തൊട്ട് നല്ലൊരു എന്താണ് പറഞ്ഞാൽ കേൾക്കില്ല, അത് അങ്ങനെ ഭയങ്കര നിൽക്കുന്ന ഒരു പ്രായം അല്ലെ. അപ്പൊ കുറച്ച് അവരുടേതായ കുറച്ച് ഫ്രണ്ട്ഷിപ്പ്, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങള്, സെക്ഷൽ ഇൻട്രസ്റ്റ് അല്ലെ, ഗെറ്റിംഗ് റെഡ് ഓഫ് പേഴ്സണൽ പ്രോബ്ലംസ്, അപ്പൊ പാരന്റ്സിനോട് കുറച്ച് അകൽച്ച, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ആ ഒരു കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ അവരുടെ ആ ഒരു അവർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻസിലേക്ക് കൂടുതലായിട്ട് വർക്കുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളെയാണ് നമ്മൾ യങ് അഡൾട്ട് ഫിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരിക? ദേ ഇൻക്ലൂഡ് ദെയർ കമ്മിങ് ടു ടേംസ് വിത്ത് ദംസെൽസ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, റൊമാൻറ്റിക് ആൻഡ് സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഗെറ്റിംഗ് റിഡ് ഓഫ് പേഴ്സണൽ പ്രോബ്ലംസ്, ലേണിംഗ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഫാമിലി ലൈഫ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്, ഇനി അങ്ങനത്തെ ഉള്ള വർക്കുകളുടെ എക്സാമ്പിൾ നോക്കിയേ. The Divergent Trilogy by Veronica Roth, Divergent 2011, Insurgent 2012, Elysian 2013, and the Steffi Meyer's Twilight series, Twilight 2005. Some others are New Moon 2006, Eclipse 2007, Breaking Dawn 2008, The House 2008. അപ്പോൾ ഇത്രയും വർക്കുകൾ യങ് അഡൾട്ട് ഫിക്ഷന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ജെൻഡർ ഇൻ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. നമ്മൾ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നമുക്ക് ജെൻഡർ എങ്ങനെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ജെൻഡർ ബയസ് ഈസ് പ്രസന്റ് ഇൻ ദ കണ്ടന്റ്, ലാംഗ്വേജ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് ഓഫ് മെനി ചിൽഡ്രൻ ബുക്സ്. അപ്പോൾ കുട്ടികളുടെ പല ബുക്കിലും നമ്മൾ ഈ ഒരു ജെൻഡർ അല്ലെ, മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Gender bias may be seen in the content to which a gender is represented as a main character in children's books